ഇതിൽ ആദ്യം ഒരു കാര്യം ഞാനൊന്ന് വിയോജിപ്പ് പറയണം. അതായത് ഈ സർക്കാർ സ്കൂളുകളൊക്കെ വാരിക്കൊരു മാർക്ക് കൊടുക്കുന്നുണ്ടാണ് ഈ ഒരു അവസ്ഥ ഉള്ളത് എന്നുള്ളത് ഒരു തെറ്റായ പൊതുബോധം മാത്രമാണ് കേട്ടോ. ഒരു മിനിറ്റ് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് +2 സയൻസിൽ 86% കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം. 100 കുട്ടികളിൽ 14 കുട്ടികൾ പാസ്സാവുന്നില്ല. അതേ സ്ഥാനത്ത് CBSEയുടെ കേസിലും അത് 88ആണ്. പക്ഷെ അവിടെ എടുക്കുന്നത് ഓൾ ഇന്ത്യ ശരാശരിയാണ്. അതായത് ഉത്തർപ്രദേശിലെയും ബീഹാറിലൊക്കെ കുട്ടികളുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് 88. അതേ സ്ഥാനത്ത് കേരളത്തിലെ ട്രിവാൻഡ്രം സോൺ മാത്രമാണെങ്കിൽ വിജയ ശതമാനം എത്രയാണെന്നറിയോ? ഈ വർഷം 99.34 ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, CBSEക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സിംഗിൾ എക്സാം അല്ല, ഓരോ സോണും സെപ്പറേറ്റ് എക്സാം ആണ് നടത്തുന്നത്. ഇത് കീം അതോറിറ്റിയുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ച കാരണം മാത്രമാണ് ഇത് സർക്കാർ സ്കൂളിലെ കുട്ടികൾ പിന്തള്ളപ്പെടുന്നത്. അല്ലാതെ എന്തല്ല മാർക്ക് വാരിക്കവരി കൊടുക്കുന്നത് കൊണ്ടല്ല. മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, +1ൽ CBSEക്ക് എക്സാം ഇല്ല. അപ്പൊ മിക്ക സ്കൂളുകളും അറിയാവുന്ന കാര്യമാണ്, ഒരു ഡിസംബറോടുകൂടി +1 തീർത്തിട്ട് എത്രയാണ് പോർഷൻ തീർത്തത് അത് തീർത്തിട്ട് പിന്നെ +2 ആണ് പഠിക്കുന്നത്. അവർക്ക് കൂടുതൽ അവസരം പഠിക്കാൻ കിട്ടുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ സ്കൂളിലെ കുട്ടികൾ 6 വിഷയം ഇംഗ്ലീഷും ഒരു അഡീഷണൽ ലാംഗ്വേജും പഠിക്കുമ്പോൾ CBSEക്കാർ ഇംഗ്ലീഷ് മാത്രമാണ്. എന്നിട്ടാണ് ഈ സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നത്. അതൊരിക്കലും എന്തല്ല മാർക്ക് വാരിക്കോരി കൊടുത്തിട്ടല്ല. വിജയ ശതമാനത്തിലെയും മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും കേരളത്തിലെ CBSE കുട്ടികൾക്കായിരിക്കും മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം.